ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് പാപ്പന് വേണ്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങള് പറഞ്ഞു എല്ലാവരും ഇല്ലേ, നമുക്ക് എല്ലാവർക്കും കൂടി പുറത്തു പോയി ഫുഡ് കഴിക്കാന്ന് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു നമുക്ക് വീട്ടിൽ തന്നെ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കണം അല്ലേ? പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വേറെ ഒന്നുമല്ല, അത് അൽഫാമാണ് കേട്ടോ. അപ്പൊ നമുക്ക് അൽഫാം ഉണ്ടാക്കാൻ നോക്കാൻ പോവാം. അപ്പോൾ ഗായ്സ്, അൽഫാമിനുള്ള ചിക്കൻ ക്ലീൻ ചെയ്ത് വരുമ്പോഴത്തേനും നമുക്ക് അത് വെക്കാനുള്ള കനൽ റെഡിയായോന്ന് നോക്കാം. അപ്പോൾ ചിരട്ട വെച്ചിട്ടാണ് നമ്മൾ കത്തിക്കുന്നത്. നന്നായിട്ട് തീ ചെറുതായി പൊടിച്ച് വരുന്നത്. നല്ലോണം പുകയാണ് കഴിച്ചിട്ട്. തീ അധികം കത്തുന്നില്ലെങ്കിലും നല്ലോണം പുകയാണ് വരുന്നത്. അൽഫാം മസാലയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരു ജാറിലിട്ട് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം. സിയും അമ്മച്ചിയൊക്കെ ഇവിടെ നിന്ന് തീ കത്തിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇത് കത്തി കനലാവുന്ന ആ നേരം കൊണ്ട് നമുക്ക് മസാല റെഡി ആയോന്ന് പോയി നോക്കാം. നേരത്തെ നമ്മൾ അരച്ചു വെച്ച മസാല പേസ്റ്റ് ചിക്കൻ ഇട്ട് മിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു വലുപ്പമുള്ള പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് അൽഫാം മസാല ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപയോഗിക്കുന്നത് ടോപ്സിൻ്റെ അൽഫാം മസാലയാണ്. നമ്മൾ വേറെ ബ്രാൻഡിൻ്റെ അൽഫാം മസാല യൂസ് ചെയ്തതാണ്, പക്ഷേ അതിനെക്കാട്ടും ബെറ്ററായി തോന്നിയത് ടോപ്സിൻ്റെയാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ടോപ്സിൻ്റെ അൽഫാം മസാലയാണ് യൂസ് ചെയ്യാറുള്ളത്. നിങ്ങൾ ഏത് ബ്രാൻഡാണ് ഉപയോഗിക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള മസാലകൾ കൂടി ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ ഗരം മസാല, 2.5 സ്പൂൺ ചിക്കൻ മസാല, 1.5 സ്പൂൺ കാശ്മീരി എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ മുഴുവൻ നീരും ആവശ്യത്തിന് ഉപ്പും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾ ചിക്കൻ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് വേണം മസാലകൾ നിങ്ങൾ എടുക്കാൻ. ഇതിൽ തൈരും കൂടി മിക്സ് ചെയ്ത് വേണം ഇതാക്കാൻ. പക്ഷേ ഞങ്ങൾ എടുത്ത് തൈര് ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ മിക്സ് ചെയ്യാത്തത്. തൈര് ചേർത്തിട്ടുണ്ടെങ്കിൽ ചിക്കൻ നല്ല സോഫ്റ്റും ആവും, ജ്യൂസി ആവും. മസാല മിക്സ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലിട്ട് കഴുകി വാരി വെച്ച ചിക്കൻ ഓരോന്നായി ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. മസാല ചിക്കനിൽ പിടിപ്പിച്ചതിന് ശേഷം കുറച്ച് നേരം നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്ന അത്രയും നേരം ഇത് വെക്കുന്നത് നല്ലതാണ്. ഓവർനൈറ്റ് വെക്കുന്നതും നല്ലതാണ്. ഞങ്ങൾ കുറച്ച് നേരമാണ് ഇത് വെച്ചിട്ടുള്ളത്. ചിക്കനിൽ മസാല എല്ലാം പിടിപ്പിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി കനൽ റെഡിയായോ എന്ന് നോക്കാം. ആദ്യം ഇട്ട് ചിരട്ടയെല്ലാം കനലായി സെറ്റായിട്ടുണ്ട്. ഇനി അൽഫാമിലുള്ള പരിപാടി നോക്കാം. നേരത്തെ നമ്മൾ മസാലയൊക്കെ പിടിപ്പിച്ച് വെച്ച ചിക്കൻ ഇപ്പോൾ മസാലയൊക്കെ പിടിച്ച് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഗ്രില്ലിലോട്ട് എടുത്ത് വെക്കാം. അപ്പോൾ ഗായ്സ്, നമ്മൾ സെറ്റാക്കി വെച്ച കനലിലോട്ട് ചിക്കൻ എടുത്ത് വെച്ച് കൊടുക്കാം.
അപ്പോൾ ഗായ്സ് നമ്മുടെ അൽഫാം ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഗായ്സ് നമ്മുടെ അൽഫാം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഭാഗമാകുമ്പോൾ മറിച്ചും തിരിച്ചും വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കനൽ ഇടാതിരിക്കാൻ വേണ്ടിയിട്ട് സീ അവിടുന്ന് വീശി കൊടുക്കുന്നുണ്ട്. വലിയ പീസ് ഉണ്ടാക്കി നോക്കിയപ്പോൾ അത് ഫ്ലോപ്പ് ആയിപ്പോയി. അപ്പോൾ നമ്മൾ ചെറിയ പീസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. കൂടുതൽ രുചി ഇതിനാണ് തോന്നിയത്. നമ്മൾ തിരിച്ചും മറിച്ചും വെക്കുന്നതിനനുസരിച്ച് ഓയിലും കൂടി തൂത്ത് കൊടുക്കുന്നുണ്ട്. പപ്പച്ചി അവിടുന്ന് വേവായി കാണുമോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് നിന്ന് കിളിപ്പറിച്ച് തിന്ന് നോക്കിയപ്പോൾ 3/4 ഭാഗവും വേവായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗായ്സ് നമ്മുടെ അൽഫാം അവിടെ വെന്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് പറയാം. അപ്പോൾ ഗായ്സ് ഇവിടെ നമ്മുടെ അൽഫാം ഒക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഞങ്ങൾ ഇതിൻ്റെ കൂടെ ചപ്പാത്തി ആട്ടോ കൂട്ടുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ച് എരിവ് കൂടിയിട്ടുണ്ട്. എനിക്ക് ഇതിനെക്കാട്ടും കൂടുതൽ കഴിഞ്ഞ പ്രാവശ്യത്തോട്ട് ഇഷ്ടപ്പെട്ടെ. നിനക്ക് ഏതാ ഇഷ്ടപ്പെട്ടെ? എനിക്ക് ഇപ്പോഴത്തെയാണ് ഇഷ്ടമുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ ബൈ.